STPI ഓഫീസുകളിൽ രാജ്യവ്യാപക റെയ്ഡുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹിയിലെ ദേശീയ ആസ്ഥാനത്തും ഇഡി പരിശോധന നടക്കുകയാണ്. മലപ്പുറത്തെ STPI ഓഫീസിലും റെയ്ഡ് നടക്കുന്നു. തൗഫീഖ് അസ്ലമും മുഹമ്മദ് ഷംസീറും ചേർന്ന് വിവരങ്ങൾ നൽകാനായി തൗഫീഖിലേക്കാണ് ആദ്യം. തൗഫീഖ്, ഇപ്പോൾ ഡൽഹിയിലെ റെയ്ഡ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഏതൊക്കെ ഇടങ്ങളിലാണ് പരിശോധന? അനീഷ, കേരളം ഉൾപ്പെടെ 14 ഇടങ്ങളിലാണ് ഇഡിയുടെ റെയ്ഡ് ഇപ്പോൾ തുടരുന്നത്. STPI ദേശീയ അധ്യക്ഷൻ MK ഫൈസി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഇഡി ഇപ്പോൾ രാജ്യവ്യാപക പരിശോധനയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. വിവിധ ഇടങ്ങളിലാണ് ഈ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഡൽഹിയിലെ നിസാമുദ്ദീനിലാണ് STPIയുടെ ദേശീയ ആസ്ഥാനമുള്ളത്. ആ ദേശീയ ആസ്ഥാനത്ത് ഉൾപ്പെടെ ഇപ്പോൾ ഇഡി പരിശോധന നടത്തുകയാണ്. ഇഡിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ പരിശോധനയ്ക്കായിട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഓഫീസുകൾക്കുള്ളിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. ഓഫീസിലെ വിവിധ രേഖകൾ ഉൾപ്പെടെ ഇഡി പരിശോധിക്കുന്നുണ്ടെന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഇഡിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് പിന്നാലെ പ്രത്യേകിച്ച് STPIയുടെ പ്രവർത്തനത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ അന്വേഷണ ഏജൻസികളും പ്രത്യേകമായിട്ടുള്ള പരിശോധനകളെല്ലാം നടത്തിയിരുന്നു. ഇവരുടെ ഫണ്ട് സ്വരൂപരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എവിടെ നിന്നാണ് ഇവർക്ക് തുക ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഇഡിയുടെ പരിശോധന നടത്തിവരികയായിരുന്നു ഇഡി. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം STPI ദേശീയ അധ്യക്ഷനെ തന്നെ ഇഡി കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്തത്. ഒരു വലിയ നടപടിയുമായി ഇഡി മുന്നോട്ട് പോകുന്നുവെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് പിന്നാലെ STPIയുടെ നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ആ സമയത്ത് STPIയെ നിരോധിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരമൊരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാരോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഒന്നും കടന്നിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ STPIയുടെ സാമ്പത്തിക ഉറവിടവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഇഡി വ്യാപകമാക്കുകയും കഴിഞ്ഞ ദിവസം ദേശീയ അധ്യക്ഷനെ തന്നെ ഇഡി അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഇനിയിപ്പോൾ ഈ ദേശീയ ആസ്ഥാനത്തെ പരിശോധനയ്ക്ക് ശേഷം ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം വിവിധയിടങ്ങളിൽ പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ദേശീയ നേതാക്കൾക്കെല്ലാം ഈ നോട്ടീസ് നൽകിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് PMLA കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു നോട്ടീസുകൾ നൽകിയത്. ആ നോട്ടീസുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്ന് ഇഡി നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. MK ഫൈസിക്ക് ഉൾപ്പെടെ 12 തവണ നോട്ടീസ് നൽകിയിരുന്നുവെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഈ നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് MK ഫൈസിയെ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുകൊണ്ട് ഇഡി കഴിഞ്ഞ ദിവസം പിടികൂടിയത്. പിന്നാലെ അദ്ദേഹത്തെ ഇഡിയുടെ ആസ്ഥാനത്തെത്തിക്കുകയും അവിടെ ചോദ്യം ചെയ്യുകയുമായിരുന്നു. 6 ദിവസത്തേക്കാണ് അദ്ദേഹത്തെ പട്യാല ഹൌസ് കോടതി കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വിട്ടത്. നിലവിൽ ഇഡിയുടെ കസ്റ്റഡിയിലാണ് MK ഫൈസി ഉള്ളത്. MK ഫൈസിയെ ചോദ്യം ചെയ്തു വരികയാണ്. അതിനിടയിലാണ് STPIയുടെ ഓഫീസുകളിൽ രാജ്യവ്യാപക പരിശോധനയുമായി ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നത്. ഇനിയുടെ ഓഫീസുകളിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകളോ അല്ലെങ്കിൽ രേഖകളോ എല്ലാം ഇഡി പിടിച്ചെടുക്കുകയാണെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഇഡി പുറത്തുവിടുകയും ചെയ്യും. എന്തായാലും വലിയൊരു നടപടി STPIക്കെതിരെ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നുവെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം.